ഹലോ ഗൈസ്, അപ്പോൾ ഫ്യൂമിഗേഷനിൽ എനിക്ക് വന്ന പാറ്റേൺ ആണിത്. അപ്പം ഇത് എങ്ങനെ പ്രിന്റ് ചെയ്യാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂമിഗേഷനിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രിൻ്റ് ആണ് നമ്മൾ 2 ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലൂപ്പ് റോന് വേണ്ടിയിട്ട് ഐ എന്ന് പറഞ്ഞ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർ അല്ലെങ്കിൽ സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ ജെ എന്ന് പറഞ്ഞ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഈ എന്ന് പറഞ്ഞ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ആദ്യത്തെ റോയിൽ I1 ആകുമ്പോൾ J1 സ്റ്റാർ പ്രിൻ്റ് ചെയ്തത്. I1 ആകുമ്പോൾ J2 സ്പേസാണ് പ്രിൻ്റ് ചെയ്തത്. I1 J3 സ്പേസ് പ്രിൻ്റ് ചെയ്ത്. I4 J4 സ്പേസ് പ്രിൻ്റ് ചെയ്ത്. I1 J5 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത്. രണ്ടാമത്തെ റോയിലേക്ക് വരാം. I2 ആകുമ്പോൾ J1 സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. J2 I2 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത്. J3 സ്പേസ്, J4 സ്പേസ്, J5 സ്പേസ്. I3 സ്പേസ് അല്ല സ്റ്റാർ. I3 ആകുമ്പോൾ J1 സ്റ്റാർ, J2 സ്പേസ്, J3 സ്റ്റാർ, J4 സ്പേസ്, J5 സ്റ്റാർ. ഇങ്ങനെ വരുന്നു. ഇതിൽ കണ്ടിട്ട് എന്താ മനസ്സിലായത്? ഇവിടെ J1 ആകുന്ന സമയത്ത് എപ്പോഴും സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. J5 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഫ് കണ്ടീഷനിൽ J =1 ആകുമ്പോൾ പ്രിൻ്റ് ചെയ്യണം. പിന്നെ ഓറിന് ഇങ്ങനെ മോഡുലസ് 2 ഇടണം. പിന്നെ J5 അല്ല കാണിക്ക് J5 ആകുമ്പോൾ J =5 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഓറിട്ട് എന്നിട്ട് ഇതിൻ്റെ കണ്ടീഷനിൽ പ്രിൻ്റ് എഫിൽ സ്റ്റാർ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? ഇതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഈ മൂന്ന് സ്റ്റാർ ഒന്ന് ശ്രദ്ധിച്ചു. I1 J1 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. J2 I2 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. J3 I3 ആകുമ്പോൾ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. J4 I4 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ J5 I5 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? I = J ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തതിൽ ഓർ കേസ് ഇട്ടിട്ട് J = I. ഇപ്പം കണ്ടീഷൻ സെറ്റായി. ഇപ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ടതായി. ഈ കണ്ടീഷൻ അല്ലെങ്കിൽ അടുത്ത സ്പേസ് പ്രിൻ്റ് ചെയ്യണ്ടേ? ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമുക്ക് എന്താക്കാം? എൽസ് എന്നിട്ടിട്ട് പ്രിൻ്റ് എഫിൽ സ്പേസ് പ്രിൻ്റ് ചെയ്യുക. സ്പേസിൻ്റെ നൽകാലം ഞാൻ 2 സ്ക്വയർ വെച്ച് സ്പേസ് പ്രിൻ്റ് ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ലൂപ്പിൻ്റെ കേസിലേക്ക് പോകാം. പോസ് ചെയ്യും. ഓക്കെ, നമ്മളിനി വർക്കിങ്ങിലേക്ക് പോകാം. വർക്കിങ്ങിൽ ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ ഡിക്ലെയർ ചെയ്യാം. ഐയും ചെയ്യും 2 ലൂപ്പല്ലേ എടുക്കുന്നത്. ഇപ്പോൾ 2 ലൂപ്പിൻ്റെ ഡിക്ലെയർ ചെയ്യാം. പോസ് ചെയ്യും. ഓക്കെ, നമ്മൾ റോ 5 ആയിട്ട് കൊടുത്തു. റോ ഇപ്പോൾ 5 ആണ്. നമ്മൾ ആദ്യത്തെ ലൂപ്പ് നമ്മുടെ ഇതല്ലേ പ്രിൻ്റ് ചെയ്യുന്ന ആദ്യത്തെ കർസർ ഇവിടെയുള്ള കാണുന്നുണ്ടോ? കർസർ ഇവിടെയുള്ള I1 ആണ്. I എന്ന 1 <= 5 അങ്ങനെയല്ല വരുന്നത്. കണ്ടീഷൻ ശരി, ഉള്ളിലേക്ക് വന്നു. നേരം J എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. J <5 J1 ആണ്. കണ്ടീഷൻ ശരി, ഉള്ളിലേക്ക് വന്നു. അന്നേരം ഇഫിൻ്റെ കണ്ടീഷൻ J1 ആകുമ്പോൾ ഓർ J5 ആകുമ്പോൾ അല്ലെ J = I ആകുമ്പോൾ പ്രിൻ്റ് സ്റ്റാർ. ഇപ്പോൾ J എന്ന 1 അല്ലേ? ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. J എന്തായി? ഇൻക്രിമെൻ്റായി. J2I J1 ആയപ്പോൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് J2I അപ്പോൾ ഇവിടെ കണ്ടീഷൻ നോക്കാം. J =1 ആകുമ്പോൾ സ്റ്റാർ പ്രിൻ്റ് നോക്കുമ്പോൾ ആ കണ്ടീഷൻ തെറ്റി. ഈ കണ്ടീഷനും തെറ്റി. J = I ആണ്. I1 ആണ്. J2 ആണ്. I അല്ല. അപ്പോൾ ഇഫ് കണ്ടീഷൻ തെറ്റിയുണ്ട്. എൽസ് കണ്ടീഷനിലേക്ക് പോകും. എൽസ് കണ്ടീഷൻ നോക്കുമ്പോൾ എന്താ പ്രിൻ്റ് ഇത് പ്രിൻ്റ് പി എന്നിട്ടത് ഞാൻ ഷോർട്ടാക്കി ഇട്ടതാണ്. നിങ്ങൾ പ്രിൻ്റ് എഫ് എന്ന് തന്നെ ഇടണം.
എന്നിട്ട് ഇവിടെ ഒരു സ്പേസ് ആണ്, അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. J3 2 മാറി 3 J3 ആയപ്പോൾ കണ്ടീഷൻ ശരിയാണോ നോക്കും, കണ്ടീഷൻ തെറ്റി. അപ്പോൾ എൽസ് വർക്ക് ചെയ്ത് ഇവിടെ ഒരു സ്പേസ് വർക്ക് ചെയ്തു. J4 ആണ്, J4 ആയി, കണ്ടീഷൻ ശരി, ഉള്ളിലേക്ക് വന്നു. ഈ കണ്ടീഷൻ നോക്കി അതും തെറ്റി, അപ്പോൾ എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്ത് ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്തു. J5 ആയി, J ഇൻക്രിമെൻ്റ് ചെയ്ത് 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയതുകൊണ്ട് കണ്ടീഷൻ ശരിയായതുകൊണ്ട് ഉള്ളിലേക്ക് വന്നു. നോക്കുമ്പോൾ ഇവിടെ ഇതാ J ഈക്വൽ ടു 5 ആകുമ്പോൾ നമ്മൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം, സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് ഈ J വീണ്ടും ഇൻക്രിമെൻ്റ് ആയി, അപ്പോൾ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഈ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതാ പ്രിൻ്റ് എഫിൽ സ്ലാഷ് എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് കർസർ പോയി, ഇവിടെ കർസറില്ല. എന്നിട്ട് I ഇൻക്രിമെൻ്റ് ആയി, I ഇപ്പം എന്തായി 1 മാറി 2 ആയി. എന്നിട്ട് ലൂപ്പിൻ്റെ ഇവിടെ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടീഷൻ ശരിയായതുകൊണ്ട് ഉള്ളിലേക്ക് വന്ന് J പിന്നെയും ഇനീഷ്യലൈസ് ചെയ്ത് 1 ആയിട്ട്. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ശരിയായി. അപ്പം ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ഇഫ് കണ്ടീഷനിൽ J ഈക്വൽ ടു 1 ആണ്, കണ്ടീഷൻ ശരി, പ്രിൻ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഞാനൊരു 2 റോ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ J ഈക്വൽ ടു 1 ആയി, 1 കണ്ടീഷൻ ശരി, ഉള്ളിലോട്ട് വന്നു. നേരെ J ഈക്വൽ ടു 1 ആയതുകൊണ്ട് കണ്ടീഷൻ ശരിയുണ്ട്, സ്റ്റാർ പ്രിൻ്റ് ചെയ്ത്. എന്നിട്ട് J ഇൻക്രിമെൻ്റ് ആയി 2 ആയി, J ഇപ്പം 1 മാറി 2 ആയി. I2 ആണ്, J2 ആണ്. ഇവിടെ കണ്ട I ഈക്വൽ ടു J അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു. അപ്പോൾ ഇത് കണ്ടീഷൻ ശരിയായതുകൊണ്ട് I ഈക്വൽ ടു J കണ്ടീഷൻ ശരിയായതുകൊണ്ട് I2 J2 ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. J വീണ്ടും ഇൻക്രിമെൻ്റ് ആയി 3 ആയി, J3 ആയി, കണ്ടീഷൻ തെറ്റി. ഇവിടെ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ശരിയായി, പക്ഷേ ഇഫ് കണ്ടീഷൻ തെറ്റി, എൽസ് കണ്ടീഷൻ വർക്ക് ചെയ്ത് സ്പേസ്. J4 ആയി, ഇൻക്രിമെൻ്റ് ആയി, കണ്ടീഷൻ ശരി, ഉള്ളിലോട്ട് വന്നു. ഇവിടുത്തെ കണ്ടീഷൻ തെറ്റി, എൽസ് വർക്ക് ചെയ്ത് സ്പേസ് ആയി. J എന്തായി 5 ആയി, J5 ആയി. ഈ കണ്ടീഷൻ നോക്കി 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ശരിയായിട്ട് ഉള്ളിൽ വന്ന് J ഈക്വൽ ടു 5 കണ്ടീഷൻ ഉള്ളതുകൊണ്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. ഇങ്ങനെ J1 ആകുമ്പോൾ എത്രയാണ്, റോ 5 അല്ലേ, 5 പ്രാവശ്യം അല്ല, ആദ്യം J1 ആകുമ്പോൾ 5 റോയിലും 1 2 3 4 5 5 റോയിലും J1 ആകുന്ന സമയം സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. പിന്നെ J5 ആകുന്ന സമയത്തും 5 റോയിലും സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യാൻ I3യും J3യും ആകുമ്പോൾ വർക്ക് ചെയ്യും, I4 J4 ആകുമ്പോൾ വർക്ക് ചെയ്യും, I5 J5 ആകുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യും. അതാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, മനസ്സിലായില്ല? നേരം ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടും. ഇങ്ങനെയാണ് പാറ്റേൺ പ്രിൻ്റ് ചെയ്യുന്നത്. ഹലോ, അപ്പം നമുക്ക് എന്നിൻ്റെത് കോഡിങ് ഇതിലേക്ക് പോകാം. അപ്പോൾ കോഡിങ്ങിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, റോസ് നമുക്ക് എത്ര വേണ്ട, 5 നമുക്ക് റോ ഉണ്ട്. അസൈൻ 5 നടക്കുക. എന്നിട്ട് നമുക്ക് ലൂപ്പ് തുടങ്ങാം. ഫോർ ലൂപ്പിൽ ഡിക്ലെയർ ചെയ്ത് I assign 1 I greater than equal to row I plus plus. എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഉള്ളിൽ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പുതിയ വേരിയബിൾ J ആയിട്ട് J ഡിക്ലെയർ ചെയ്യാം. സെയിം രണ്ടെണ്ണം കൊടുത്ത്, സോറി, J assign 1 J greater than or J is less than or equal to row J plus plus. എന്നിട്ട് പിന്നെ ബ്രേസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇഫ് കണ്ടീഷൻ ഓപ്പൺ ചെയ്യാം. ഇഫ് കണ്ടീഷനിൽ എന്തെല്ലാം J assign 1 എന്നിട്ട് മോഡുലസ് J assign ഓക്കെ, എന്തെല്ലാം ഓപ്പൺ ആയി, സോറി,
JSON 5 JSON 5 പിന്നെ JSON I. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും ബ്രേസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പ്രിന്റ് സ്റ്റാർ സെമികോളൻ എൽസ് ബ്രേസ് ഓപ്പൺ ചെയ്യാം. പ്രിന്റ് സ്റ്റാർ സ്പേസ് പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും മെയിൻ ഫോർ ലൂപ്പിൻ ഇതുവരെയാണ് മെയിൻ ഫോർ ലൂപ്പ്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ഫോർ ലൂപ്പിൽ ഇതടിച്ചിട്ട് ഒരു പ്രിന്റ് എഫ് അടുത്ത ലൈനിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കോഡ് അടിച്ചു കൊടുക്കും. റിട്ടേൺ 0 അല്ല അതേ വരണ്ട്. അപ്പം ഇനി നമുക്ക് കോഡിൽ എറർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റൺ ചെയ്ത് വെക്കാം. ഇതാ എല്ലാം കറക്റ്റ് പോലെ ആയിരുന്നു. ഇതിനെ കുറച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈക്വലായിട്ട് ഇവിടെ ഒരു സ്പേസ് കൂട്ടാം, ഇവിടെ ഒരു സ്പേസ് കൂട്ടാം. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇതാ വൃത്തിയായി. ഇങ്ങനെയാണ് പാറ്റേൺ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആവുന്ന വരേക്കും ബൈ ബൈ.